മൂവാറ്റുപുഴ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പെയ്ത കനത്ത മഴയിലും വീശിയടിച്ച കാറ്റിലും വ്യാപകമായ നാശനഷ്ടം. 5 വീടുകൾ തകർന്നിട്ടുണ്ട്. ഒട്ടേറെ വീടുകൾക്ക് വലിയ നാശനഷ്ടങ്ങളും സംഭവിച്ചു. വലിയ മരങ്ങൾ പല സ്ഥലങ്ങളിലായി കടപുഴകി വീണത് ജനജീവിതത്തെ ബാധിച്ചു. കനത്ത വേനലിന് ശേഷം പെയ്യുന്ന മഴയിലും വീശിയടിക്കുന്ന കാറ്റിലും മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പെയ്ത കനത്ത മഴയിലും വീശിയടിച്ച കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5 വീടുകൾ തകർന്നിട്ടുണ്ട്. ഒട്ടേറെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. പലയിടങ്ങളിലായി മരങ്ങൾ കടപുഴകി വീണതും വെള്ളക്കെട്ട് രൂപപ്പെട്ടതും ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം വിച്ഛേദിക്കപ്പെട്ടു. നഗരത്തിലും രണ്ടാർക്കര, വാളകം, കടാതി, മാറാടി പ്രദേശങ്ങളിലുമാണ് കാറ്റ് കനത്ത നാശം വിതച്ചത്. പുത്തൻപുരക്കടവ് റോഡിൽ തോമസിന്റെ വീടിന് മുകളിലേക്ക് മരം വീണ് വീട് പൂർണ്ണമായും തകർന്നു. മരം വീഴുന്നതിന് തൊട്ടുമുൻപ് വീട്ടുകാർ ഓടിമാറിയതിനാൽ ദുരന്തമൊഴിവായി. വലിയ കൃഷിനാശമാണ് വിവിധ പഞ്ചായത്തുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരങ്ങളും ബോർഡുകളും വീണ് വലിയ നാശനഷ്ടമുണ്ടായി. 130 ജംഗ്ഷനിൽ സർവീസ് സ്റ്റേഷനിലെ മേൽക്കൂര പറന്നു വീണ് കാർ തകർന്നു. എവറസ്റ്റ് ജംഗ്ഷനിൽ പരസ്യ ബോർഡ് കാറിന് മുകളിലേക്ക് വീണ് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നിർമ്മല സദൻ സ്കൂളിന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലും മരം വീണു. സ്കൂളിന് മുന്നിലും പാർക്കിലും മരങ്ങൾ വീണെങ്കിലും ആർക്കും പരിക്കുകളില്ല. റവന്യൂ അധികൃതർ ഓരോ സ്ഥലത്തുമെത്തി നാശനഷ്ട കണക്കുകൾ ശേഖരിക്കുന്നുണ്ട്. വൈദ്യുതി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള കഠിന പരിശ്രമത്തിലാണ് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ. മൊബൈൽസ് PO ജംഗ്ഷൻ മൂവാറ്റുപുഴ.